എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയയ്ക്ക് പുതിയ നേതൃത്വം. പുതിയ പ്രോട്ടോ സിഞ്ചലുസായി ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടും സിഞ്ചലുസായി ഫാദർ പോൾ മാടനും ജൂൺ 28-ന് ചുമതലയേൽക്കും. 29-ന് സമവായ പ്രഖ്യാപന സർക്കുലർ പുതിയ കൂരിയ പുറത്തിറക്കും. ഇതിനിടെ വിവിധ ഇടവകകളിൽ ഇരുപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അനിൽ ജോർജാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അനിൽ, കർത്താവിന്റെ നാമത്തിൽ എടാ പോടാ വിളികളാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമവായമായി എന്ന് പറയുമ്പോൾ അത് നേതൃതലത്തിലാണ്, താഴെ വിശ്വാസികൾക്കിടയിൽ അതായിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. എപ്പോഴാണ് പുതിയ കൂരിയ അധികാരമേൽക്കുക, ചുമതല ഏൽക്കുക? ഒപ്പം തന്നെ ഈ ഞായറാഴ്ചകളിൽ ഒരിക്കൽ ജനാഭിമുഖ കുർബാന തുടരാം അല്ലെങ്കിൽ നടത്താം എന്നുള്ളതാണല്ലോ ഈ സമവായ ഫോർമുല. ബിനിൽ, സമവായം താഴെ തട്ടിലേക്ക് എത്തുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരസ്പരം പോരടിക്കുകയാണ്. അതായത് പൂർണ്ണ സിനഡ് കുർബാന നടക്കുന്ന പല പള്ളികളിലും സിനഡ് കുർബാനയ്ക്കൊപ്പം ജനാഭിമുഖ കുർബാന കൂടി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമതപക്ഷം അവിടുത്തെ വികാരിമാർക്ക് നേരെ വലിയ തോതിൽ ബഹളമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം സിനഡ് കുർബാന മാത്രം നടക്കുന്ന പള്ളികൾ തങ്ങൾക്ക് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ കഴിയില്ല എന്ന നിലയിൽ പ്രമേയം പാസാക്കി അയക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തന്നെ ഈ സമവായ നീക്കങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വവും. ഒപ്പം തന്നെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി ജനറലായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂരിയയുടെ മാറ്റമാണ് ആദ്യം തന്നെ നടപ്പാക്കുന്നത്. പുതിയ കൂരിയയുടെ മുഴുവൻ ആളുകളെയും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള വികാരി പ്രോട്ടോ സിഞ്ചുലൂസ്, അതായത് മുഖ്യ വികാരി ജനറൽ, ഒപ്പം തന്നെ വികാരി ജനറൽ എന്നീ സ്ഥാനങ്ങളിലേക്ക് 2 വൈദികരെ നിയമിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോട്ടോ സിഞ്ചുലൂസിന്റെ പദവി ഇപ്പോൾ ഉള്ളത് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയാണ്. അദ്ദേഹത്തെ മാറ്റുന്നു. അതിന് പകരം ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടാണ് വരുന്നത്. ജിമ്മി പൂച്ചക്കാട്ട് വിമത വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ആളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തനായ വക്താവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് നിരവധി ബിഷപ്പുമാരുടെ വലിയ പിന്തുണയുണ്ട്. അദ്ദേഹം പ്രോട്ടോ സിഞ്ചുലൂസായി ചുമതലയേൽക്കും. ഒപ്പം സിഞ്ചുലൂസായി, അതായത് മറ്റൊരു വികാരി ജനറലായി സിനഡ് അനുകൂലിയായ ഫാദർ പോൾ മാഡൻ അദ്ദേഹത്തെ തീരുമാനിച്ചു. ഇരുവരും 28-ന് ചുമതലയേൽക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ 28-ന് തന്നെ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴുള്ള കൂരിയ മാറുകയും ചെയ്യണം. 29-ന് പുതിയ സർക്കുലർ പുറത്തിറങ്ങും. സമവായ നിർദ്ദേശങ്ങൾ അതിലുണ്ടാവും. ഈ സർക്കുലർ പുറത്തിറക്കുക പുതിയ കൂരിയായിരിക്കും. ഓക്കെ, വളരെ വ്യക്തമായിട്ടാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അനിൽ ജോർജ് നൽകിയിട്ടുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപത കൂരിയയ്ക്ക് പുതിയ നേതൃത്വം ചുമതലയേൽക്കാൻ പോവുകയാണ്. പുതിയ പ്രോട്ടോ സിഞ്ചുലസായി ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടും സിഞ്ചുലസായി ഫാദർ പോൾ മാടനും ജൂൺ 28-ന് ചുമതലയേൽക്കും. സമവായ സർക്കുലറൊക്കെ വായിക്കുമെങ്കിൽ പോലും താഴെത്തട്ടിലേക്ക് അനുനയ നീക്കങ്ങൾ എത്തിയിട്ടില്ല. ഇരു വിഭാഗങ്ങളുടെയും അനുയായികൾ, വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ് വിവിധ ഇടവകളിൽ. അനിൽ ജോർജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.